ഇന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഉണ്ണിക്കണ്ണന്റെ ജീവിതത്തിൽ പുതിയ മനോഹരമായ ഒരു അധ്യായം തുടങ്ങുന്ന ദിവസമാണ്. അവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. പുതിയ ഡ്രസ്സും ബാഗും ഒക്കെയായി അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവനെക്കാട്ടി കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഞാനാണ്. ആസ് എ മാം ഇതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. പക്ഷേ അംഗൻവാടിയിലെ പോലെ സ്കൂൾ അടുത്തല്ല എന്നുള്ളതും ഇത്രയും സമയം എൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കാൻ പോകുന്നതും ആലോചിക്കുമ്പോൾ ഉള്ളിലൊരു വിഷമമുണ്ട് കേട്ടോ. മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ ന്യൂ പേരൻസിനും ഒരു പക്ഷേ ഈ സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. പക്ഷെ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ എന്റെ ചിന്തകൾക്കും വിഷമങ്ങൾക്കും നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു കേട്ടോ അവന്റെ റിയാക്ഷൻ. അവനാണ് ടീച്ചറിന്റെ കൈയും പിടിച്ച് എനിക്ക് ടാറ്റായും തന്നെ ക്ലാസ്സിൽ കയറിയിരുന്നത് വളരെ സന്തോഷത്തോടുകൂടി. അപ്പൊ വിഷമിച്ചിരുന്ന ഞാൻ ആരായി അല്ലേ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ പോയി പ്രവേശനോത്സവത്തിന്റെ പരിപാടിയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ കുട്ടികളെ വിളിക്കാൻ വന്നു. ഉച്ചവരെയുള്ളായിരുന്നു. 12:30 ആയപ്പോഴത്തേക്ക് വന്ന് ടീച്ചറിന് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ ദാണ്ട് ഓടുന്നത് ഇവിടെ കയറിയിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൻ സ്കൂളിൽ പോകണോന്നും പറഞ്ഞ് നിന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അവന്റെ വിചാരം ഇവിടെ വന്നാൽ കളിക്കാൻ പറ്റുമെന്നാണ്. പതുക്കെ അതൊക്കെ മാറിക്കോളും. അപ്പൊ ഇത്ര